പടത്തിലെ ലൊക്കേഷനൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അതിന് മുമ്പ് ഇറങ്ങിയ മലയാള സിനിമയിലോ അല്ലെങ്കിൽ അതിനുശേഷം അത്തരത്തിൽ വിഷ്വൽ ബ്യൂട്ടി തരുന്ന ലൊക്കേഷൻ കാണിക്കുന്ന സിനിമകൾ അധികം വന്നിട്ടില്ല. ഇപ്പോൾ അല്ലെങ്കിൽ നിങ്ങൾ രണ്ടുപേരുടെയും കൂട്ടുകെട്ടിലുള്ള ദേവദൂതൻ പോലുള്ള സിനിമകളിലൊക്കെ നമുക്ക് അത്തരത്തിൽ വിഷ്വലി നമുക്ക് ഭയങ്കര അടിപൊളിയായിട്ട് തോന്നുന്ന സിനിമകൾ വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പടത്തിന്റെ ലൊക്കേഷൻ കണ്ടെത്താൻ അതിലേക്ക് എങ്ങനെയാണ് എത്തിപ്പെട്ടത്? ഇത് ഊട്ടിയിൽ തന്നെയാണ്. ഊട്ടിയിൽ സാധാരണ എല്ലാവരും ഷൂട്ട് ചെയ്യുന്ന സ്ഥലങ്ങളാണ്. അതായത് വ്യത്യസ്തമായിട്ട് തോന്നിച്ചതിൻ്റെ കാരണത്തിൽ ഒരാൾ ഇവിടെ ഇരിപ്പുണ്ട്, സഞ്ജീവ് ശങ്കർ. സഞ്ജീവ് ശങ്കറാണ് അതിൻ്റെ ഫോട്ടോഗ്രാഫി. അതിനെ എങ്ങനെ വ്യത്യസ്തമാക്കാൻ നമ്മളൊരു ലൊക്കേഷൻ കാണുകയും നമ്മളിവിടെ ഷൂട്ട് ചെയ്യുമ്പോൾ തീരുമാനിക്കുകയും ചെയ്യും. പക്ഷേ അതിന് വിഷ്വലി നമ്മളതിനെ മുമ്പ് കണ്ട കാഴ്ചകളിൽ നിന്ന് മാറ്റി കാണിക്കാൻ ഇത്തരത്തിലുള്ള ടെക്നീഷ്യന്മാരുണ്ട്. സഞ്ജീവുണ്ട്, അതിൻ്റെ ആർട്ട് ഡയറക്ടറുണ്ട്, ബോബനായിരുന്നു. കോസ്റ്റ്യൂം മഞ്ജു ഇട്ടിരിക്കുന്ന കോസ്റ്റ്യൂംസൊക്കെ ഇപ്പോഴും അപ്ഡേറ്റഡ് ആണ്. അതിൽ ഏറ്റവും ലേറ്റസ്റ്റ് ആണ്. അതിനൊന്നും ഒരു ഇപ്പോൾ കണ്ടത് അത് പഴയ കാലത്ത് എന്ന് തോന്നുന്നത്. ഇത് തന്നെയാണ് ദേവദൂതനും സംഭവിച്ചത്. ദേവദൂതൻ്റെ കോസ്റ്റ്യൂംസ് എല്ലാം ഇന്നും ഒരു കണ്ടംപററി ആയിട്ടുള്ള കോസ്റ്റ്യൂംസ് പോലെ തന്നെ. അത് സതീഷാണ് അത് ചെയ്തത്. അപ്പോൾ അതുകൊണ്ട് ഇതൊരു പഴയ സിനിമ കാണുകയാണെന്നുള്ളൊരു ഫീലിംഗ് നമുക്ക് ഉണ്ടാകത്തില്ല. നിങ്ങൾ ഈ അടുത്ത കാലത്ത് ഷൂട്ട് ചെയ്ത് ഇറങ്ങാൻ പോകുന്ന സിനിമ മഞ്ജുവിനെ നേരിൽ കാണുന്നവർക്കറിയാം. അതേ മഞ്ജുവാണല്ലോ ഇതെന്ന് തോന്നിക്കുന്ന രീതിയിൽ എവർ ഗ്രീൻ ആയിട്ട് പറ്റി അതിൻ്റെ ഏറ്റവും പൂർണ്ണതയിൽ നമുക്ക് വീണ്ടും ആസ്വദിക്കാൻ തിയേറ്ററിൽ കഴിയും. ഇത് പാക്കപ്പ് ആയതിനു ശേഷം അങ്ങനെ ചോദിച്ചാൽ എനിക്ക് ഓർമ്മയില്ല. പക്ഷെ എന്തായാലും ഭയങ്കര അത് ഇപ്പോഴും ഉണ്ട്. എൻ്റെ ഒരു ഹാങ് ഓവർ എന്ന് പറയാൻ ശരിക്കും ആ ഷൂട്ടിങ്ങിൻ്റെ ഓർമ്മകളും ഒക്കെ ഇപ്പോഴും ഉണ്ട്. അപ്പം അതിനർത്ഥം ഇപ്പോഴും ഹാങ് ഓവർ മാറിയിട്ടില്ല എന്ന് തന്നെയാണ്. അപ്പോൾ നല്ല ഓർമ്മകൾ തന്നെയാണ്. അതിൻ്റെ ഒരു ടെൻഷനും ഞാൻ ഏറ്റെടുത്തിട്ടില്ല. അതിനുള്ളൊരു തിരിച്ചറിവൊന്നും എനിക്കില്ലായിരുന്നു സത്യത്തിൽ. അതിന് എനിക്ക് പൂർണ്ണമായിട്ടും സിബി സാറിനോടും രഞ്ജേട്ടനോടുമാണ് നന്ദി പറയാനുള്ളത്. അത് അത്രയും കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഇതിൽ അഭിരാമിയുടെ ക്യാരക്ടർ ഇപ്പം ശരിക്കും ഈ സിനിമയെക്കുറിച്ച് ആലോചിക്കുമ്പോഴും ഈ സിനിമ കാണുമ്പോഴും ഒക്കെ അഭിരാമിക്ക് മാത്രമല്ല എല്ലാ ക്യാരക്ടേഴ്സിനും അവരവരുടേതായിട്ടുള്ള ഭയങ്കര ലേയേഴ്സ് ഉണ്ട്. അത് ഇതിൽ ഇപ്പം അഭിരാമിയും ആമയും നിരഞ്ജനും തമ്മിലുള്ള ഒരു വല്ലാത്തൊരു ഒന്നിനും ഡിഫൈൻ ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു പ്രണയം, ആഴത്തിലുള്ള ഒരു പ്രണയമുണ്ട്. അതേപോലെ അഭിരാമിയും ഡെന്നിസും തമ്മിലുള്ള ഒരു വളരെ അൺകൺവെൻഷണൽ ആയിട്ടുള്ള ഒരു സൗഹൃദമുണ്ട്. രവിശങ്കറും ഡെന്നിസും തമ്മിലുള്ള സൗഹൃദമുണ്ട്. അപ്പൊ അങ്ങനെ പല ക്യാരക്ടേഴ്സ് തമ്മിലും ഓരോ ക്യാരക്ടേഴ്സിന്റെ ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള ട്രാക്ക് എടുത്ത് നോക്കിയാലും എന്താ പറയാ ഒരു വാക്കിലൊന്നും ഒതുക്കാൻ പറ്റാത്ത അത്രയും ലേയേഴ്സ് ഉണ്ട് ഈ സിനിമയ്ക്ക്. അപ്പൊ അത്രയും കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു കഥാപാത്രം എന്നെ വിശ്വസിച്ച് ഏൽപ്പിച്ചതിന് സിബി സാറിന്റെയും രഞ്ജേട്ടന്റെയും ഒരു കൺവിക്ഷൻ തന്നെയാണ് എനിക്ക് നന്ദി പറയാനുള്ളത്. അത് എങ്ങനെ ചെയ്യുന്നു എന്നുള്ളത് അത് നിങ്ങൾ എന്താണോ സ്ക്രീനിൽ കാണുന്നത് അത് സിബി സാറിനും രഞ്ജേട്ടനും മാത്രം അവകാശപ്പെട്ട ക്രെഡിറ്റ് ആണ്. എന്തുകൊണ്ടോ എല്ലാം കൊണ്ടും വളരെ എല്ലാ ചേരുവകളും ഒത്ത് വളരെ മനോഹരമായിട്ടുള്ളൊരു സിനിമയും കൂടിയായി അത് കമേഴ്ഷ്യലി വലിയ സക്സസ് ആയി എന്നുള്ളത് വലിയൊരു ഭാഗ്യം തന്നെയാണ്. അല്ലാതെ ഈ കഥാപാത്രത്തിന്റെ ഞാൻ അഭിനയിച്ചു എന്നൊന്നും എനിക്ക് പറയാൻ കഴിയില്ല ഈ സിനിമയെ കുറിച്ച്. സ്ക്രിപ്റ്റിനുള്ളത് തന്നെയാണ്. പക്ഷെ അവർക്ക് ഇംപ്രവൈസ് ചെയ്യും. അവരൊക്കെ ഭയങ്കര നന്നായിട്ട് അതിനെ കൂടുതൽ നന്നായിട്ട് എൻഹാൻസ് ചെയ്യുന്നതിൽ നമ്മൾ പറയും ഞാൻ ഇങ്ങനെ പറഞ്ഞിട്ട് ഇതൊക്കെ ചോദിച്ചിട്ട് അവർ നന്നാക്കാൻ എല്ലാവരും അവർക്ക് കിട്ടുന്ന ഓരോ ഡയലോഗ്സിനെയും എത്രമാത്രം അത് എന്താണ് ബെറ്ററാക്കാൻ ശ്രമിക്കുന്നതിൽ അവരുടെയും ഒരു കോൺട്രിബ്യൂഷൻ എപ്പോഴും ഉണ്ടാവും. അതിനെ നമ്മൾ നല്ലതാണെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും അതിനെ ആക്സെപ്റ്റ് ചെയ്യാറുണ്ട്. ഒരുപാട് സീനില്ല. മണിയെ ഇവർ രണ്ടുപേരും കൂടെ മണിയുടെ ഔട്ട് ഹൗസിലേക്ക് വിട്ട് കഴിയുമ്പോൾ മണി കിടന്ന് ഉറങ്ങുന്ന മണി ഇവരുടെ ഡ്രസ്സൊക്കെ അങ്ങോട്ട് ഇങ്ങോട്ട് എറിഞ്ഞിട്ട് മണിയുടെ കഴുത്ത് ഇതിൻ്റെ ഇടയിൽപ്പെട്ടു. അത് മണി മനഃപൂർവ്വം ചെയ്തതാണ്. പക്ഷെ ഞാനത് ടേക്കിൽ മാത്രമാണ് കാണുന്നത്. റിഹേഴ്സലിൽ മണി അത് ചെയ്തില്ല. അങ്ങനെ ചില ഒരുപാട് സന്ദർഭങ്ങളുണ്ട്. ഈ മറ്റേ ജലന്ധറിൻ്റെ സ്പെല്ലിങ് പറയുന്നത് ഈ സിനിമയിലെ വലിയൊരു പ്രത്യേകത തന്നെ എന്ന് പറയുന്നത് അതിനകത്ത് ഒരു സസ്പെൻസ് ആണ്. ആരാണ് ആ കുട്ടി എന്നുള്ളതാണ്. അപ്പൊ ആ ഒരു സസ്പെൻസ് പൊളിക്കാനായിട്ട് ഇപ്പൊ ഈ പറഞ്ഞ പോലെ പഴയ സിനിമയുടെ ആ മോഡിൽ തന്നെ ചെയ്യാനിപ്പോ എയുടെ സഹായമുണ്ട്. ഒത്തിരി ടെക്നോളജി വളർന്നിട്ടുണ്ട്. അപ്പൊ അത് വെച്ച് എന്തെങ്കിലും തരത്തിൽ ആ ഒരു സസ്പെൻസിനൊരു അവസാനം അതൊന്നും മാറി ഇപ്പം ഉദയന്റെ
റിലീസ് ചെയ്യുമ്പോൾ അത് കാണാൻ കുറച്ചും കൂടി ഒരു ആൾക്കാർക്കൊരു ആകാംക്ഷ ജനിക്കാനായിട്ടും ഒന്ന് ശ്രമിച്ചുകൂടായിരുന്നു? ഇതിനെക്കുറിച്ചൊക്കെ ഒരുപാട് റിസർച്ച് സോഷ്യൽ മീഡിയയിൽ നടക്കുന്നുണ്ട്. ആ പൂച്ചപ്പിടിച്ചിരിക്കുന്ന കുട്ടിയുടെ കയ്യിൽ വിരലിലെ ക്യൂടെക്സ് ഒക്കെ വെച്ചിട്ട് ആൾക്കാർ പലരിലേക്ക് എത്തുന്നുണ്ട്. പക്ഷേ ആ സിനിമയിൽ തന്നെ രണ്ടുപേരിലേക്ക് അത് ഷോർട്ട് ലിസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. മയൂരിയിലും രസിക എന്ന് പറയുന്നത് അവരിലേക്ക് അത് ഷോർട്ട് ലിസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അത് ഞാൻ പറയുന്ന പോലെ ഒരുപാട് സ്ഥലങ്ങളിൽ എനിക്ക് നേരിടേണ്ടി വരുന്ന ചോദ്യവും അതാണ്. അത് ആ ഒരു സസ്പെൻസ് അങ്ങനെ നിലനിൽക്കട്ടെ എന്നാണ് രഞ്ജിത്ത് പറയുന്നത്. ഇനിയും സമയമുണ്ടല്ലോ എന്നാണ് പറയുന്നത്. രണ്ട് പാട്ടുകൾ ലൊക്കേഷനിൽ വെച്ച് ഞാൻ നേരത്തെ പറഞ്ഞു സ്ക്രിപ്റ്റ് എഴുതി വന്നപ്പോൾ ഉണ്ടായ സിറ്റുവേഷനാണ്. ഒന്ന് മറ്റേ കൺഫ്യൂഷൻ തീർക്കണ പാട്ടും ഒന്ന് സമരൻ്റെ പ്രേമം എന്നുള്ള പാട്ടും ക്ലൈമാക്സിൽ വരുന്നത്. ഇത് രണ്ടും ഷൂട്ടിംഗ് സമയത്ത് ഉണ്ടായി വന്ന സിറ്റുവേഷൻസാണ്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഷൂട്ടിംഗ് നടക്കുന്നിടത്ത് നിന്ന് ചെന്നൈയിലേക്ക് വിദ്യാസാഗറിനെ വിളിച്ച സിറ്റുവേഷൻസ് പറയുകയും ഗിരീഷ് പുത്തഞ്ചേരി അങ്ങോട്ടേക്ക് അയക്കുകയും അവരവിടെ ഇരുന്ന് കമ്പോസ് ചെയ്തിട്ട് നമ്മളെ ഫോണിൽ കേൾപ്പിച്ചിട്ട് നമ്മൾ ഓക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് അത് എഴുതി റെക്കോർഡ് ചെയ്യുകയും ചെയ്തു. അപ്പോൾ ഈ കൺഫ്യൂഷൻ തീർക്കണമെന്ന പാട്ടിനെ പറ്റി പറയുന്നത് എന്ത് എഴുതുമെന്നുള്ളൊരു കൺഫ്യൂഷൻ വരുന്നു എന്ന് പറഞ്ഞപ്പോൾ വിദ്യാസാഗർ പറഞ്ഞു എന്നാൽ പിന്നെ അത് അവിടെ നിന്ന് തന്നെ തുടങ്ങാം, കൺഫ്യൂഷൻ തന്നെ ആയിക്കോട്ടെ എന്നൊരു തുടക്കം. അങ്ങനെയാണ് കൺഫ്യൂഷൻ തീർക്കണമെന്നുള്ളത് പാട്ടിൽ ആ വരി വെച്ച് തുടങ്ങുന്നത്. അപ്പോൾ ഇത്രമാത്രം എന്താണ് ഭാഷയുടെ മേൽ ഇത്രമാത്രം സ്വാധീനമുള്ള അക്ഷരങ്ങളെ ഗിരീഷ് എപ്പോഴും പറയും അക്ഷരം എഴുതുന്ന കൈകളാണ് എന്ന് പറയും. അത്രമാത്രം എഴുത്തിൻ്റെ മേൽ അത്രമാത്രം ഒരു കൺട്രോളുള്ള ഒരു റൈറ്ററായിരുന്നു. എത്ര പെട്ടെന്നാണ് ഇപ്പോൾ കണ്ണാടിക്കൂട്ടമൊക്കെ അതിനടുത്ത് സിനിമയിലെ ഒരു നിമിഷം ട്യൂണിട്ട് മാറി വിദ്യാസാഗർ ഹാർമോണിയം ക്ലോസ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ ആദ്യത്തെ കണ്ണാടിക്കൂട്ടം കിട്ടുന്ന വരി എഴുതി തരികയാണ് ചെയ്യുന്നത്. അത്ര സ്പോണ്ടേനിയസ് ആയിട്ട് എഴുതാൻ കഴിവുള്ള ഒരു വലിയ എഴുത്തുകാരനായിരുന്നു. അദ്ദേഹത്തെ നമ്മൾ തീർച്ചയായിട്ടും ഇപ്പോഴും മിസ് ചെയ്യുന്നത്. മഞ്ജു ചേച്ചി ഇപ്പം നേരത്തെ പറഞ്ഞ ഒരുപാട് ലേയേഴ്സ് ഉള്ള ഒരു ക്യാരക്ടറാണ്, അതും ആ ഒരു ഏജിലാണ് ചെയ്യുന്നത്. അപ്പോൾ ഒപ്പം അഭിനയിച്ചവരെല്ലാം ലെജൻഡറി ആയിട്ടുള്ള ആർട്ടിസ്റ്റുകളാണ്. കംഫർട്ടബിൾ ആക്കിയിട്ടുണ്ട്. അതല്ലാതെ അങ്ങനെ ഒരു ഇൻഫ്ലുവൻസ് മനസ്സിലാക്കാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അങ്ങനെയുള്ളൊരു ഭയങ്കര അറിഞ്ഞ് ആലോചിച്ച് അങ്ങനെ അഭിനയിക്കുന്ന അന്നും ഇന്നും അങ്ങനെയാണ് ഭയങ്കരമായിട്ട് അറിഞ്ഞ് ആലോചിച്ച് അഭിനയിക്കുകയാണെന്നൊന്നും ഞാൻ അവകാശപ്പെടുത്തില്ല. പക്ഷെ അന്ന് അത്രയും പോലും എനിക്ക് ശ്രദ്ധയുണ്ടായിരുന്നില്ല എന്ന് വേണം എനിക്ക് ഇപ്പം ആലോചിക്കുമ്പോൾ എനിക്ക് തോന്നുന്നത്. അറിഞ്ഞോ അറിയാതെയോ തീർച്ചയായിട്ടും നമുക്ക് ഓപ്പോസിറ്റിൽ നിന്ന് അഭിനയിക്കുന്ന ആളുടെ ഒരു എക്സ്പ്രഷൻ നമ്മൾ അറിയാതെ റിയാക്ട് ചെയ്ത് പോകുന്ന സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ടാവും, തീർച്ചയായിട്ടും ഉണ്ടായിട്ടുണ്ടാവും. രണ്ടാം മൂന്നാം ദിവസം ചെയ്ത് ഒരുപാട് ലൊക്കേഷനിൽ ആ പാട്ട് ഒരുപാട് ലൊക്കേഷനുകളിൽ അത് ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അല്ല അധികം ടേക്ക് ഇവരൊക്കെ വെച്ച് ചെയ്യുമ്പോൾ എന്തിനാണ് അധികം ടേക്ക് അല്ല ഇത് നമ്മൾ റിഹേഴ്സൽസ് ഒക്കെ ചെയ്യുമ്പോൾ അത് കഴിഞ്ഞൊക്കെ ചെയ്യാം. മഞ്ജു ഒരു മരത്തിൻ്റെ മുകളിൽ കയറി ഒരു സപ്പോർട്ടും ഇല്ലാതെ ഇരിക്കുന്നുണ്ട്, അവിടെ ഇരുന്ന് ആടിപ്പാടുന്നുണ്ട്. പിന്നെ ഒരു തടിയുടെ മുകളിൽ കൂടെ നടക്കുന്നുണ്ട്, ഒരു വീട് നടക്കുന്ന ഒരു തടിയുടെ മുകളിൽ കൂടെ നടക്കുന്നുണ്ട്. അന്നൊന്നും ഈ പറയുന്ന പോലെ ബുദ്ധി കുറവായതുകൊണ്ട് പേടിയില്ലല്ലോ. എല്ലാം ഊട്ടിയിലാണ്, എല്ലാം ഞങ്ങൾ ഊട്ടിയിലെ അതിൻ്റെ ഒരു മേജർ പോർഷൻ ഷൂട്ട് ചെയ്തത്. ആ ഫാമിൻ്റെ പോർഷൻ മാത്രമാണ് നമ്മൾ മൂന്നാറിലെ മാട്ടുപ്പെട്ടി എന്ന് പറയുന്ന സ്ഥലത്ത് ചെയ്തത്. അവിടെ ഫാം നമുക്ക് കിട്ടിയില്ല. പക്ഷെ അവിടെ വെച്ചിട്ടാണ് ആ കുതിരപ്പുറത്തിരിക്കുന്ന മഞ്ജു അവിടെ വരുന്ന ഈ തൊപ്പിയൊക്കെ വെക്കുന്ന ആ പാട്ടിൽ ഒരു രാത്രി കൂടി പാട്ട് പൂർണ്ണമായിട്ടും അവിടെ തന്നെയാണ് ഷൂട്ട് ചെയ്തത്. ഇല്ല, അതിന് ക്വാളിറ്റി ഇല്ല. നമ്മൾ ഒരുപാട് അന്വേഷിച്ചു, കിട്ടിയതിനകത്ത് നെഗറ്റീവൊക്കെ വളരെ ഡാമേജ് ആയി. അല്ലെങ്കിൽ തീർച്ചയായിട്ടും ഇതിനകത്ത് നമ്മൾ കൊണ്ടുവന്നില്ല. കാരണം എല്ലാവരുടെ ഒരു സീൻ വീണ്ടും വരിക എന്ന് പറയുന്നത് വളരെ ഒരു ആൾക്കാർക്ക് കാണാൻ താല്പര്യമുള്ളതാണ്. ഇതിനകത്ത് ഇല്ലാതെ പോയ കുറേ ആൾക്കാരാണ് നമ്മളെ ഇപ്പം ഗിരീഷ്, അതുപോലെ അഗസ്റ്റിൻ ഒരു സീനിലാണെങ്കിൽ പോലും അഗസ്റ്റിൻ ഉണ്ടായിരുന്നു, സുമാർ ചേച്ചി, മണി, അങ്ങനെ ഒരുപാട് പേര് നമുക്കിപ്പോൾ ഇല്ലാതെ ഈ റിലീസ് ചെയ്യുമ്പോൾ പക്ഷേ ഈ വേദിയിൽ ഉണ്ടാകേണ്ടിയിരുന്ന ആൾക്കാരൊക്കെയാണ് അവരൊക്കെ. ഒരു 27 വർഷത്തിൻ്റെ ഒരു നൊസ്റ്റാൾജിയ ഇന്നും പക്ഷേ അതിനുശേഷം ജനിച്ച തലമുറകളും ഈ സിനിമ കാണാൻ ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ്. കാരണം നമ്മൾ പലപ്പോഴും ഈ കാർമസിൽ പോയി കിട്ടുന്ന ചോദ്യങ്ങൾ ചോദിക്കുന്നവർ അവർ 27 വയസ്സിനകത്ത് പ്രായം കുറഞ്ഞാണ്, 20, 22 അല്ലെങ്കിൽ 17, 18 വയസ്സുള്ള കുട്ടികളാണ് ആ ചോദ്യങ്ങൾ ചോദിക്കുന്നത്. അപ്പോൾ അവർ
ഈ സിനിമ എത്രമാത്രം മറ്റ് യൂട്യൂബിലൊക്കെ കണ്ടു കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവരിലെല്ലാം ക്യൂരിയോസിറ്റി നിലനിൽക്കുന്നു